ഹലോ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ പേജിൽ എംബ്രോയ്ഡറി വീഡിയോസൊക്കെ കണ്ട് മടുത്തവർക്ക് ഇന്നൊരു ഫുഡിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മുളച്ച പയർ നോർമലി ആർക്കും കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്കൊരു പാത്രം ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. അതൊന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികമൊന്നും ഒഴിക്കേണ്ട, വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ളൊരു സവോളയാണ് ഇതിന് വേണ്ടത്. അതിനെ നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇതിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേറൊന്നും ഇപ്പം ഇടുന്നില്ല, ഉപ്പൊന്നും ഇപ്പം ഇടുന്നില്ല. സവോള മാത്രം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സവോള ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ മുളപ്പിച്ച് വെച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുക്കാം. പയർ നമ്മൾ ഫുള്ള് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പയറും സവോളയും കൂടെ നല്ലതുപോലെ മിക്സ് ആകുന്ന രീതിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് നല്ല എരിവ് വേണ്ടതുകൊണ്ട് ഞാനൊരു 5 മുളക് ഇട്ടിട്ടുണ്ട്. അത് ക്രഷ് ചെയ്ത് നമ്മൾ ഇടുകയാണ്. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് നമുക്കതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചില്ലി ഫ്ലേക്സും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആവണം. അങ്ങനെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം അതൊന്ന് തുറന്നിട്ട് ഞാനൊരു 2 നുള്ള് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ മുളച്ച പയറിൻ്റെ സ്മെല്ലാണ് നോർമലി ആരും അത് കഴിക്കാതിരിക്കാനുള്ള റീസൺ. അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വെള്ളമെല്ലാം പോകുന്നവരെ വേവിക്കാം. എന്നിട്ട് അതിലേക്കും തേങ്ങ ചിരുകിയത് ഇട്ട് കൊടുക്കാം. അതിന് തൊട്ട് മുന്നേയായിട്ട് ഞാനൊരു 4-5 വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നോർമലി ആദ്യമാണ് കൊടുക്കുന്നത്, പക്ഷെ ഞാനിപ്പം ലാസ്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഹാഫ് കുക്ക്ഡായിട്ട് അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുളച്ച പയറിൻ്റെ തോരൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.